ഇപ്പോൾ ഈ പ്രതി അഫാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഇയാൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, നോർമൽ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ കയ്യിലുണ്ടായിരുന്ന സ്റ്റിച്ചും മറ്റും വലിച്ച് ഇളക്കിക്കളഞ്ഞ പശ്ചാത്തലമുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരം ചില സംശയങ്ങൾ കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള ചികിത്സയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് തുറന്നു വിട്ടതിന് ശേഷമാണ് ആ വീട് അയാൾ വിട്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണം. ഏതായാലും ഒട്ടും സുഖകരമായ ഒരവസ്ഥയിൽ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കൊലപാതകമോ ഒരു പ്രവൃത്തിയോ ഒന്നുമല്ല ഈ അഫാൻ എന്ന മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുതന്നെയാണ് പല തലത്തിൽ ഇതിനെ കൊണ്ടുപോവുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട തലത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇനിയും സംഭവിക്കേണ്ടതുണ്ട്. അരുൺ മോഹൻ മെഡിക്കൽ കോളേജിലുണ്ട്. അരുൺ, മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലുണ്ട്. പോലീസ് പറയുന്നത് എന്താണ്? ഇയാൾ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ചികിത്സയിലും തുടരുകയാണോ? രഞ്ജിത്ത്, ഇന്നലെ മനസാക്ഷി ഞെട്ടിച്ച ഈ ക്രൂരകൃത്യത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അഫാൻ എന്ന ഈ പ്രതി, കൊലയാളി, ഇയാൾ പറഞ്ഞത് താൻ വിഷം കഴിച്ചു, എലിവിഷം കഴിച്ചു എന്നതിനെ തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ ഇന്നലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചിരുന്നു. ഇന്നലെ രാത്രി മൊത്തം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും എലിവിഷത്തിന്റെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ നിരീക്ഷണം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് കൂടുതൽ ചികിത്സയ്ക്ക് വിധേയനാക്കി ഇരുത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ മുതൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പ്രധാനമായി പറയുന്നത് ഈ പറയുന്ന ക്യാൻ, ഈ ട്രിപ്പ് ഉൾപ്പെടെ കൊടുക്കാനുള്ള ക്യാൻ അവ വലിച്ച് ഇളക്കി മാറ്റാൻ ശ്രമിക്കുകയും ഒപ്പം വയറ് കഴുകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സാ ക്രിയകൾക്ക് വിധേയനാവാതെ നിസ്സഹകരണം തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തുടക്കത്തിലുണ്ടായിരുന്നു. അതേസമയം ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഇതിനുവേണ്ടിയുള്ള രക്തസാമ്പിളുകൾ എടുക്കുന്നതിനൊക്കെ വിധേയനായെങ്കിലും തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ഇയാൾ തന്റെ നിസ്സഹകരണം അസ്വസ്ഥനാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതേസമയം ഇപ്പോൾ എല്ലാം മാറി ഇയാൾ വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടി സഹകരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിൽ, പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. വരും മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ മുക്തനാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പോലീസിന് വിട്ടു നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ അഫാൻ എന്ന ആൾ ഈ പ്രതി അവിടെ ചികിത്സയിലുണ്ട്. ഇയാളെ പോലീസ് കൂടുതലായി ചോദ്യം ചെയ്തു വരുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പോലീസിന് കുറേയേറെ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്യേണ്ടി വരും. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. വി വിനോദ് തുടരുന്നുണ്ട്. ഡാൻ കുര്യനും അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഞെട്ടലിലാണ് മലയാളികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വല്ലാത്ത അവസ്ഥയിലാണ് ഈ സംഭവങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പലവിധ കൊലപാതകങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് എന്നതും ഇതിനോട് ചേർത്ത് വെക്കണം. അതും ഈ പറഞ്ഞതുപോലെ ഒരു ആൾ 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക, അതിൽ 5 പേർ മരിക്കുക. സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, മറ്റു ചില വൈരാഗ്യങ്ങളുണ്ട്, പണത്തിനായുള്ള ചില ആവശ്യകതകളുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കാമുകിയെ താൻ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന തൻ്റെ സഹോദരനെ അടക്കം കൊലപ്പെടുത്തണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു അശാന്തമായ, ഒട്ടും സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ കേരളീയ സമൂഹം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചികിത്സയിലുള്ള ഈ അഫാൻ്റെ അമ്മ, അവർ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്, പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതിയുടെ മൊഴിയിൽ അടിമുടി ദുരൂഹത എന്ന് പോലീസ് പറയുന്നുണ്ട്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നുമാണ് പോലീസ് പറയുന്നത്.
ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിൽ അഭിലാഷ് ഉണ്ട്. അവിടെ അഭിലാഷ് അല്പസമയത്തിനും അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. അഭിലാഷ്, ഇതെന്തുകൊണ്ടാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നത്? പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൊഴികളിൽ, പ്രതിയുടെ മൊഴികളിൽ കൃത്യമായ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ്. ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ കൃത്യമായ മൊഴി രേഖപ്പെടുത്താനും പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട പ്രതിയുടെ പിതാവുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു എന്ന് വിവരമുണ്ട്. തനിക്ക് അത്തരത്തിൽ കടബാധ്യതകളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ ഇദ്ദേഹം പ്രതി കൊലപാതകം നടത്തിയ രീതികളെ കുറിച്ചും ഏത് തരത്തിലുള്ള ആയുധമാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചുമല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കൂ എന്നും ചികിത്സയോടും ചോദ്യം ചെയ്യലിനോടും പ്രതി ഒരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത് ഇത്തരത്തിൽ ചികിത്സ ഇയാൾ കയ്യിലിട്ടിരുന്ന കാനലിയൊക്കെ അഴിച്ചു കളഞ്ഞു, പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ലഹരി എന്ന സംശയം പോലീസിനുണ്ടോ അഭിലാഷ്? തീർച്ചയായും ലഹരി എന്ന സംശയം പോലീസിനുണ്ട്. പോലീസ് അത്തരത്തിൽ രക്തപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. ലഹരി ഉപയോഗിക്കുമായിരുന്നുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതും ഈ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നാൽ ശേഷം മാത്രമേ ഇതിൽ കൃത്യമായൊരു വിവരം പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, അഫാന്റെ മൊഴിയിൽ അടിമുടി ദുരൂഹതയുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധനയും നടക്കുന്നുണ്ട്. നമുക്ക് സംശയമുള്ളത്, ഈ ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരാൾ 25 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിച്ച് ഈ 8 മണിക്കൂറിനുള്ളിൽ കൊലപാതകങ്ങൾ നടത്തുന്നു. അതിനുശേഷം വൈകുന്നേരം മാത്രം ഈ വിവരം പോലീസിൽ ചെന്ന് പറയുന്നു. യാതൊരു മനസ്താപവും ഇല്ലാതെ സഹോദരനെയും കാമുകയും കൊന്നുതള്ളുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഇയാൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. രഞ്ജിത്ത്, ഇതുവരെയുള്ള ഒരു മൊഴി അത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്നത് ചില പ്രശ്നങ്ങൾ, അതായത് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുത്തശ്ശിയോട്, അച്ഛന്റെ അമ്മയോട് ഈ സ്വർണ്ണമാല ആവശ്യപ്പെടുകയും അത് പലകുറി ആവശ്യപ്പെടുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അച്ഛന്റെ ജ്യേഷ്ഠന്റെ കൈവശം അതുണ്ട്, അല്ലെങ്കിൽ അവർ അത് ഇത് നൽകുന്നത് തടസ്സപ്പെടുത്തുന്നു തുടങ്ങിയ സംശയങ്ങളെ തുടർന്നാണോ ഇവിടേക്ക് എത്തിയതെന്ന ഒരു സംശയവും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പലയിടങ്ങളിലെ ഈ അരുംകൊലകൾ നടത്തേണ്ട സാഹചര്യമില്ല. ഈ സാമ്പത്തിക പ്രശ്നം ഒരു പ്രധാന ഘടകമായി തന്നെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പിതാവ് സൗദിയിലാണുള്ളത്. പിതാവിന്റെ മൊഴി പോലീസ് ഇവിടെ നിന്ന് ബന്ധപ്പെടുമ്പോൾ പിതാവ് നൽകുന്ന ഒരു മൊഴി, അദ്ദേഹത്തിന് അവിടെ ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്, അവിടുത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്. പക്ഷെ ഇവിടെ ആ തരത്തിൽ ബാധ്യതകളില്ല എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതി ഇവിടെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റ് തൊഴിലുകളൊന്നും ഇല്ലാതിരുന്ന ആളാണ്. ഇടയ്ക്ക് ഇവിടെ താൽക്കാലികമായി ചില ജോലികൾ ചെയ്തിരുന്നു. അതിനുശേഷം വിദേശത്തേക്ക് പോയി, അവിടെയും ഹ്രസ്വകാലമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ മടങ്ങിയെത്തുന്നു. ഇതിനിടയിൽ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക്, അങ്ങനെയാണ് ആ പെൺകുട്ടിയെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അക്കാര്യത്തിൽ വിവാഹമായി ബന്ധപ്പെട്ട് മറ്റ് തർക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതായിരുന്നാലും അമ്മ അർബുദബാധിതയായിരുന്നു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. എന്നാൽ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും പണവും സ്വർണവും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും അത് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണോ ഈ കൊലപാതകങ്ങൾ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും, അങ്ങനെ ഒരു സംശയമാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് ഇപ്പോൾ അമ്മ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അവരുടെ വിശദമായ മൊഴി വരേണ്ടതുണ്ട്, മറ്റ് ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രതി തന്നെ ഇക്കാര്യം കൂടുതൽ വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം രാത്രി വൈകി മജിസ്ട്രേറ്റ് തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിവാഹത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, വീട്ടിലുള്ള അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എതിർപ്പുകൾ, മാതാവിനോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് അമ്മുമ്മയോട് ഈ സ്വർണ്ണമാല ആവശ്യപ്പെടുന്ന സാഹചര്യം, പ്രതിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ആവശ്യമായ തുക കയ്യിലേക്ക് എത്തിയിരുന്നില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് തൊഴിൽ രഹിതനായ ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുകാരനാണ്. മറ്റുള്ളവരിൽ നിന്ന് ഈ പണം ആവശ്യപ്പെടുകയും അവർ അത് നൽകാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അച്ഛന്റെ ജ്യേഷ്ഠൻ ഈ അബ്ദുൽ ലത്തീഫ് എന്നയാൾ, ഇവിടെ കൊല്ലപ്പെട്ട ആൾ, അദ്ദേഹം ഒരുപക്ഷെ സൈനികനായിരുന്നു.
ഈ അനുജന്റെ മകനായതുകൊണ്ട് തന്നെ ഉപദേശമോ ശാസനയോ ഒക്കെ തന്നെ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ കൊലപാതകം ഇവിടെ നടക്കുമ്പോൾ മറ്റു ആളുകൾ അറിയാതെ പോയത് ഈ വീട് ഒരു ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. കാരണം പരിസരത്തൊക്കെ ആൾ താമസമുണ്ടെങ്കിൽ ഈ വീടിന് മറുവശത്ത് പൂർണ്ണമായും ഒഴിഞ്ഞ ഒരു പ്രദേശമാണ്. ഒരു വശത്ത് ഈ വീടിന്റെ വലതുഭാഗത്ത് ഒരു ഒഴിഞ്ഞ പറമ്പാണ്, പിറകിൽ വലിയ തോതിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇടതുവശത്തും ആ തരത്തിൽ തന്നെയാണ്. ചില 2-3 വീടുകളുണ്ടെങ്കിലും ഇവിടെ നിന്നൊരു ഒച്ച ഉയർന്നാൽ പോലും ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. മാത്രമല്ല ഈ വീട്ടിലുണ്ടായിരുന്നവർ കൊലപാതകം പ്രതീക്ഷിച്ചിരുന്നുമില്ല. പെട്ടെന്ന് ഒരാൾ ബന്ധുവായ ഒരു യുവാവ് 23 വയസ്സുകാരൻ കയറി വന്ന് തങ്ങളെ കൊലപ്പെടുത്തുമെന്ന ഒരു ചിന്തയും അവർക്കില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ SN പുരത്തെ വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയാണ്. 2